ഈശോയിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങാണ്. ഇപ്പൊ ഡേ 1 എങ്ങനെയാണ് ക്രിസ്മസിന് സംബന്ധമായിട്ട് ഒരുങ്ങുക എന്ന് എനിക്കും അറിയില്ല. എനിക്ക് അന്നന്ന് ഉണ്ടാകുന്ന ആത്മീയ ബോധ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ദിവസം എനിക്ക് ഉണ്ടായ ഒരു ആത്മീയ ബോധം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്വർഗത്തിന്റെ എല്ലാ രാജകീയതയും വിട്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ ഒരു സ്വയം ശൂന്യമാകലിന്റെ ഒരു പ്രക്രിയയുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിലേക്കും ആദ്യമായിട്ട് മനുഷ്യനെത്തുന്നതിൽ സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഇല്ലാതാകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ദൈവമുണ്ട്, ഞാനുണ്ട്, പക്ഷെ എനിക്കിതൊന്നും അനുഭവമാകുന്നില്ല. ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവം എന്നെ തൊട്ടപ്പുറത്തുണ്ട്, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല. അപ്പം എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു തുടക്കം കിട്ടുള്ളൂ. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ് എന്നൊക്കെ പറയുന്നത് ഒരു അനുഭവമാണ്. ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം. എനിക്ക് ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, എനിക്കും ദൈവത്തിനും ഇടയിൽ ഒരു മറ പോലെ, ഒരു വലിയ മതില് പോലെ, എൻ്റെ ഞാനെന്ന ഭാവമോ എനിക്കുള്ള എന്തെങ്കിലുമൊക്കെയോ ഇങ്ങനെ മതില് പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവവും റെഡിയാണ് നമ്മൾക്ക് അനുഭവങ്ങൾ തരാൻ, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എൻ്റെ മനസ്സ് നിറയെ അസ്വസ്ഥതകളാണ്. എനിക്ക് മനസ്സ് നിറയെ എൻ്റെ പഴയകാല ജീവിതമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ രോഗാവസ്ഥ, എന്തൊക്കെയോ എനിക്കും ദൈവത്തിനും ഇടയിൽ ഞാൻ എന്ന ഭാവമാവാം, അഹങ്കാരമാകാം, ഞാനും തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നലാകാം. അങ്ങനെ ഒരു മതിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പം അടുത്തത് പാപബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവമേ, ഒന്നും വിചാരിക്കണ്ട, എത്ര നല്ല ആളുകളാണെങ്കിലും അവരിലും പാപത്തിന്റെ അവസ്ഥയുണ്ട്. അപ്പം ബൈബിളിൽ ഉടനീളം എല്ലാവർക്കും പാപത്തിന്റെ ഒരു ചായവുണ്ടായിട്ടുള്ളവരാണ്, വീഴ്ച പറ്റിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് സ്വന്തം കുറവുകളെ മനസ്സിലാക്കുന്നതിനോ ഐഡന്റിഫൈ ചെയ്യുന്നതിനോ അക്സെപ്റ്റ് ചെയ്യുന്നതിനോ ഒരു മടി കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് കുറവുണ്ട്, എനിക്ക് പോരായ്മയുണ്ട്, അത് നാട്ടുകാരുടെ മൊത്തം പറയണമെന്നൊന്നുമില്ല, പക്ഷെ വീട്ടുകാരോടും പറയണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ അപ്പാ ഞാൻ കുറവുള്ളവളാണേ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടേ എന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പാപബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മതില് പോലെ അല്ലെങ്കിൽ ഒരു മല പോലെ നമുക്കിടയിൽ ദൈവത്തിനും ഇടയിൽ ഒരു മല ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് പാപബോധം ഉണ്ടായി കഴിയുമ്പോൾ അത് പാപത്തിന്റെ ആകാം, അസ്വസ്ഥതകളുടെ ആകാം, അസൂയ, കുശുഭാവം, പലതരത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന സംഗതികൾ ഒരു മല പോലെ നമുക്കും ദൈവത്തിനും ഇടയിൽ വന്ന് നിൽക്കുവാണെങ്കിൽ ഭാവബോധം ഉണ്ടായി കഴിയുമ്പോൾ ആ മല ഇങ്ങനെ പൊട്ടി ചിന്ന ഭിന്നമായിട്ട് തകർന്ന് ഒഴുകി പോകും. നമ്മൾ കരയും. ശരിക്കും പാപബോധം ഉണ്ടായി നമ്മൾ കരയും. അപ്പാ തെറ്റുപറ്റിയേ എന്ന് നിലവിളിക്കും. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മളെ തന്നെ നമ്മൾ നേരിടുകയാണ്. നമ്മുടെ ആ കുറവുകളോടെ നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ നേരിടുകയാണ്. അപ്പൊ പാപബോധം എല്ലാ മനുഷ്യനും ഉണ്ടാവും. പത്രോസിനെ 3 തവണ തള്ളി പറഞ്ഞത് അത് റിയലൈസേഷൻ ഉണ്ടായപ്പോൾ കരഞ്ഞെന്നാ പറഞ്ഞല്ലേ, വിങ്ങി പൊട്ടി കരഞ്ഞു. അപ്പൊ അതുപോലെ ഒരു കരയാൻ നമുക്ക് പറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് പാപബോധം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം അത് എന്ന് പറയുന്നത് അതും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഒരു തൊടലാണ്, ഒരു ടച്ചാണ്. അത് ദൈവസ്വർഗം തന്നെയാണ് നമുക്ക് ആ പാപബോധം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം വേണം. നമുക്ക് ഞാൻ തന്നെയും ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചതാണ്, അപ്പൊ എനിക്ക് പാപബോധം തരണം. എനിക്ക് അറിയുന്നതല്ല എൻ്റെ തെറ്റുകളുണ്ട്, ഞാൻ മനസ്സിലാക്കാത്ത എൻ്റെ ചില തെറ്റുകളുണ്ട്. എനിക്ക് എവിടെ തെറ്റുപറ്റുന്നതെന്ന് എനിക്കറിയുന്നുണ്ടാവില്ല. ആ തെറ്റുകൾ കൂടെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം, ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വരുന്നത്, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു പാപബോധം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അടുത്താണ് എളിമയുണ്ടാവുക. നമ്മൾ രാജാവിനെയാണ് എതിരേൽക്കാൻ പോകുന്നത്. അപ്പം ഒരു ഇടവകാച്ചം വരുമ്പോഴേക്കും നമ്മൾ വീട് എന്തുമാത്രം വൃത്തിയാക്കിയിടും അല്ലെ. അതുവരെ വൃത്തിയാകാത്ത വീട് പോലും നമ്മൾ വൃത്തിയാക്കിയിട്ടിടും. കാരണം പള്ളിയിലച്ഛനാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരു സാധാരണ പള്ളിയിലച്ഛനോട് നമുക്ക് ഇത്രയും, സാധാരണ അല്ല, അവരും വളരെ ഇതാണ്, പക്ഷെ എങ്കിലും അവർ വരുമ്പോൾ നമ്മൾ ഇത്രയും കാണിക്കുന്നുണ്ട് എങ്കിൽ, ഇത്രയും ഒരുക്കങ്ങളുണ്ട് എങ്കിൽ, ദൈവത്തെ സ്വീകരിക്കാൻ നേരത്ത് ദൈവം എല്ലാവരുടെ ഉള്ളിലുണ്ട് എങ്കിലും ഒരു റിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഉണർവിലേക്ക് നമ്മളെ തന്നെ വീണ്ടും ഉടച്ചു വാർക്കുന്ന ഒരു പുതിയ ഇതിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എളിമ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ എളിമയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എളിമയാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ദൈവിക പ്രവൃത്തി അമ്മയിൽ നടന്നത്. അത് അമ്മ കംപ്ലീറ്റ് ആയിട്ട് എളിമയായിരുന്നു. പക്ഷെ നമ്മൾ എന്തുമാത്രം എളിമപ്പെടുന്നുണ്ട് എന്നനുസരിച്ചിട്ടേ ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ തന്നെയാണ് എൻ്റെ ദൈവമെങ്കിൽ, ഞാൻ ഒരു എളിമില്ലാത്ത എന്നോളം തന്നെ ഉയർന്നു നിൽക്കുകയാണ് എൻ്റെ ഞാനെന്ന ഭാവമെങ്കിൽ എൻ്റെ ദൈവത്തിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എളിമയുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്, ഭാര്യയുമായിട്ടൊരു ബന്ധമുണ്ട്, സുഹൃത്തുമായിട്ട് ബന്ധമുണ്ട്. അത് മൂന്നാമത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, അതിൽ പലതും പറയുന്നുണ്ടാവും. ഞാൻ ഉൾപ്പെടെ
നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന്റെ യാത്രയിൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം രൂപപ്പെടുകയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ അപ്പനോടുള്ള എൻ്റെ ബന്ധം കൊണ്ടാണ്, അല്ലാതെ ബാക്കി വേറെ ഒരു കാര്യത്തിന് വേണ്ടിയില്ല. എൻ്റെ ബന്ധം. നാളെ എന്നോട് ഒരാൾ നിർത്താൻ പറഞ്ഞാൽ ഞാൻ പറയും ദൈവം പറയുന്ന പോലെ എനിക്ക് പറ്റും. ദൈവത്തിന്റെ അത് ബന്ധമാണ്. എല്ലാത്തിനും ഉപരി ഞാൻ എൻ്റെ ദൈവത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബന്ധമാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ബന്ധത്തിലേക്ക് വരണം. അപ്പൊ പിന്നെ ബന്ധം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നിങ്ങൾ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി. പക്ഷെ നിങ്ങൾക്ക് അപരിചിതനായ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പാപത്ത് ഉപേക്ഷിക്കുക, എളിമപ്പെടുക, അല്ലെങ്കിൽ നന്മ ചെയ്യുക, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളവരെ ഞാനും കുറവുകളുള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ ഒരു ദിവസം നല്ലതായി എന്ന് കരുതി അടുത്ത ദിവസം നല്ലതാണെന്നൊന്നുമില്ല. നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തെറ്റുപറ്റും, വീണ്ടും പശ്ചാത്തലിക്കും, വീണ്ടും തിരിച്ചു വരും. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധി ഒരു നിരന്തര ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഞാൻ ചെറുതായി പോകുമെന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യരിൽ എല്ലാവരിലും ഭാവമുണ്ട്. ചിലരിത് മനോഹരമായിട്ട് മറച്ചു പിടിക്കുന്നു, ചിലർക്ക് അത് മറച്ചു പിടിക്കാൻ അറിയുന്നില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. ചിലർ ഒരു കുറവില്ലാത്ത പോലെ ഭാവിക്കുന്നു. പക്ഷെ എല്ലാ മനുഷ്യനും പോരായ്മകളും കുറവുകളുണ്ട്. ഇനി ഒരുക്കത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എളിമയുണ്ടാകാൻ പ്രാർത്ഥിക്കണം, അവബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവമായിട്ടൊരു ബന്ധം ആഗ്രഹിക്കണം. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. സ്പിരിച്വൽ അവേക്കനിങ് മൂവ്മെന്റുകളെ നിശ്ചയിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു 25 ദിവസത്തിന്റെ ഒരുക്കം തീർച്ചയായിട്ടും അത്ഭുതങ്ങളുടെ ഒരു ദിവസമായിട്ട് മാറും. ദൈവം നിങ്ങളെ അതിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആദ്യം കണ്ടത് രാജാക്കന്മാരല്ല, ആട്ടിടയന്മാരാണ്. ഏറ്റവും കുറവുള്ളവന്റെ മുമ്പിൽ വരാൻ തയ്യാറായ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളിമപ്പെടാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും കുറവുള്ളവനാണ് എന്ന ചിന്തയിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ സെൽഫ് കോൺഫിഡൻസിന് ഇത് ആ കൺസെപ്റ്റ് അല്ല കേട്ടോ. മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെന്ന നമുക്കറിയാവുന്ന ആ ഒരു സ്ട്രഗിളുകളുള്ള പോരായ്മകളുള്ള നമ്മളെ ഉണ്ടല്ലോ, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഭാരം ചുമന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത തെറ്റുകളുടെ ഭാരം ചുമന്നുകൊണ്ടും നിങ്ങൾ ഈ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് പറയുന്നതോ മറ്റു മനുഷ്യരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നിങ്ങൾ എന്താണെന്നുള്ളതോ ഇതൊന്നും ഇങ്ങനെ ഒരു ഭാണ്ഡക്കെട്ട് പോലെ ചുമന്നുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ ഈ ഒരുക്കത്തിലേക്ക്, ക്രിസ്മസിന്റെ ഈ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കരുത്. നിങ്ങൾ വെറും കൈയോടെ പ്രവേശിക്കുക. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ദേവാലയത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, ഒന്നും ദൈവത്തെ കുറിച്ച് അറിയാതിരുന്ന സമയത്ത് എത്ര നിഷ്കളങ്കമായിട്ട്, അപ്പൊ എനിക്കൊന്നും അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല. ആ ഒരു ശൂന്യമായ ഞാനുണ്ടല്ലോ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും വീഡിയോസ് ചെയ്തതിന് ശേഷവും ഇത്രയും നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷവും വർഷത്തിന്റെ ആ തുടക്കത്തിൽ, യാത്രയുടെ തുടക്കത്തിൽ ഞാൻ എങ്ങനെയായിരുന്നോ, ഒന്നുമില്ലാതെ, കൈകളിൽ ഒന്നുമില്ലാതെ എത്ര ശൂന്യതയോടുകൂടെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നു, അത്രയും ശൂന്യതയോടുകൂടെ 7 വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് ഇരിക്കാൻ ഇന്ന് പറ്റി. അപ്പൊ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റിമസി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവവുമായിട്ട് ഹൃദയവും ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഞാനെന്ന ഭാവം, എനിക്കുള്ള നേട്ടങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ അറിവ്, ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വയം ശൂന്യമാണ്, എൻ്റെ ഒന്നുമില്ല, ഒരു കുട്ടിയെ പോലെ ഒന്നിൻ്റെയും ഭാരമില്ലാത്ത ഒരു കുഞ്ഞിന്റെ മനസ്സോടുകൂടെ ഡേ 1 നിങ്ങൾ ക്രിസ്തുവിന്റെ ഒപ്പം ഇരിക്കുവാണെങ്കിൽ 25 ദിവസവും ആത്മീയ അനുഭവങ്ങളുടെ മഴ ദൈവം പെയ്യിക്കും. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും. സ്വയം ശൂന്യമായ ദൈവമാണ്, മറ്റുള്ളവരുടെ മുമ്പിലല്ല. മനുഷ്യരെയൊക്കെ നിങ്ങൾ വിട്ടുകളയണം 25 ദിവസം. എന്നിട്ട് യേശുവിന്റെ മുമ്പിൽ കയ്യിലൊന്നും ഇല്ലാത്ത ഒരാളെ പോലെ ഇരിക്കണം. ഒരു ഒഴിഞ്ഞ കൽഭരണിയായിട്ടിരിക്കണം. ദൈവമേ, നിനക്ക് ഇഷ്ടമുള്ളത് നിറയ്ക്കുക. പച്ചവെള്ളമെങ്കിൽ പച്ചവെള്ളം, വീഞ്ഞെങ്കിൽ വീഞ്ഞ്. ഇനി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുക. 25 ദിവസം ഞാൻ നിന്റെയാണ്, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പാപങ്ങളും കുറവുകളും ബലഹീനതകളും എല്ലാം ഞാൻ എന്താണോ അത് ഞാൻ എൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാണ്. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. തെറ്റ് ചെയ്യേണ്ടെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്കിതെങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയുന്നില്ല. ഇതെല്ലാം അവിടെ വെച്ചുകൊണ്ട് എൻ്റെ ഈ എല്ലാ അവസ്ഥകളോടും കൂടെ ഞാൻ എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാ കുറവുകളോടും പോരായ്മകളോടും എൻ്റെ പൂർണ്ണ അവസ്ഥയോടും കൂടെ അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുകയാണ്. 25 ദിവസം നീ എന്നെ ഒരുക്കണമേ, എന്നെ എളിമപ്പെടുത്തണമേ, എനിക്ക് പാപബോധം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് ദേവാലയത്തിൽ പോയി ഇരുന്ന് ഒരു സുഹൃത്തിനെ എന്നതുപോലെ ഈശോയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിസ്സഹായതകളുടെ നിമിഷങ്ങളിലാണ് യേശു ക്രിസ്തു എന്നത് ഏറ്റവും
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ദൈവം നിങ്ങളെ ടച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ സ്വയം ശൂന്യമാകുന്ന ഓരോ നിമിഷങ്ങളിലും നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായിട്ട് ക്രിസ്മസ് മാറട്ടെ. ഈ ക്രിസ്മസിൽ നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഒരു പുതിയ ആത്മീയ ഉണർവിലേക്ക് പ്രവേശിക്കാം. ഒരു മെച്ചപ്പെട്ട വ്യക്തിയാവാൻ വേണ്ടി ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.